ഓം നമോ നാരായണായ. ശ്രീമദ് നാരായണീയം ദശകം 28, 7 ശ്ലോകങ്ങൾ കഴിഞ്ഞു. ഇനി 8ാമത്തെ ശ്ലോകം. ദേവി പാലാഴിയിൽ നിന്നും പാലാഴിയുടെ മുഴുവൻ സൗന്ദര്യവും കടഞ്ഞെടുത്ത ശ്രീഭഗവതി കയ്യിൽ വൈജയന്തിയാകുന്ന വരണമാല്യവും പിടിച്ച് തനിക്ക് അനുരൂപനായിട്ടുള്ള വരനാരാണ്, ആരുടെ കഴുത്തിലാണ് താൻ ഈ സ്വയംവര മാല്യം ഇടേണ്ടത് എന്ന് വിചാരിച്ച് ചുറ്റും നോക്കി. അവിടെ ധാരാളം അസുരന്മാരും ദേവന്മാരും മനുഷ്യന്മാരും പലതരത്തിലുള്ള ആളുകളൊക്കെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും ദേവിയെ കാമത്തോടുകൂടി നോക്കുന്നതാണ് കണ്ടത്. അങ്ങനെ കാമപരവശരായൊന്നും തനിക്ക് വേണ്ട എന്ന് കരുതി അവരെയൊക്കെ ദേവി മാറ്റി. പിന്നെ നോക്കിയപ്പോൾ കൃപയോടുകൂടിയ കടാക്ഷത്തോടുകൂടി ഭഗവാൻ അവിടെ നിൽക്കുന്നത് കണ്ടു. ഭഗവാനാണെങ്കിൽ തന്നെ നോക്കുന്നത് തന്നെയില്ല. എന്നാലും ആത്മാരാമനായിട്ടുള്ള സ്വയം തന്നെ ആനന്ദമായിട്ടുള്ള ഭഗവാന്റെ അടുത്തേക്ക് ദേവി ചെന്നു. തന്നെ സ്വീകരിക്കണേ, തനിക്ക് ഇരിപ്പിടം തരണേ എന്ന മട്ടിൽ നോക്കി. അപ്പോൾ ഭഗവാൻ എന്തു ചെയ്തു? തൻ്റെ ഉരസ് തന്നെ, തൻ്റെ മാറിടം തന്നെ ദേവിക്ക് ഇരിപ്പിടമായിട്ട് നൽകി. ദേവിയെ അങ്ങനെ ബഹുമാനിതയാക്കി ഭഗവാന്റെ വക്ഷസ്സിൽ സ്ഥിരമായിട്ടുള്ള സ്ഥാനം കൊടുത്തു. അവിടെ ഇരുന്നു കൊണ്ട് ദേവി ഈ 14 ലോകത്തിനെയും ധനധാന്യ സമൃദ്ധിയോടുകൂടി അനുഗ്രഹിക്കുന്നു. ഭഗവത് ഭക്തന്മാരിൽ പ്രത്യേകം കാരുണ്യം ചൊരിയുന്നു. ഭഗവാനെ നോക്കി സ്തുതിക്കുന്നവരെ ദേവിക്ക് കാണാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ അല്ലാണ്ട് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ധനം ധാന്യം സമ്പത്ത് മാത്രം മതി, ഭഗവാനെ വേണ്ട എന്നുള്ളവരുടെ അടുത്തേക്ക് ദേവി പോവില്ല. അല്പകാലമൊക്കെ അവർക്ക് സമ്പത്തും ഒക്കെ ഉണ്ടായെങ്കിലും അത് ഉടനെ തന്നെ ദേവി തിരിച്ചു പോരുന്നതാണ്. ഭഗവാന്റെ ഭക്തന്മാരിൽ മാത്രമേ ദേവിയുടെ കാരുണ്യം സ്ഥിരമായിട്ട് നിൽക്കുകയുള്ളൂ. ശ്ലോകം നോക്കാം. ഉരസാ തരസാ മമാനിധ ഏനാം ഭുവനാനാം ജനനീം അനന്യഭാവാം ത്വദുദരോ വിലസത് തദീക്ഷണശ്രീ പരിവൃഷ്ട്യാ പരിപുഷ്ടമാസ വിശ്വം. ത്വം ഭഗവാനെ, അവിടുന്ന് ഭുവനാനാം ജനനീം, ആ പാലാഴിയിൽ നിന്നും പൊങ്ങി വന്നിട്ടുള്ള ഭഗവാന്റെ അടുത്ത് വരണമാല്യവും പിടിച്ച് നിൽക്കുന്ന സകല ഭുവനങ്ങളുടെയും അമ്മയായിട്ടുള്ള ശ്രീദേവിയെ അനന്യഭാവാം, മറ്റൊരു ആളോടും ഒരു ഭാവവുമില്ലാതെ, അങ്ങോട്ടൊന്നും നോക്കുക പോലും ചെയ്യാതെ ധ്യാനപൂർവം ഭഗവാനിൽ തന്നെ മനസ്സുറപ്പിച്ച അനന്യഭാവ ആയിട്ടുള്ള ആ ദേവിയെ, ഏനാം ഈ ലക്ഷ്മി ഭഗവതിയെ, തരസ വേഗത്തിൽ തന്നെ, ഉരസാ മമാനിധ, മമാനിധ എന്ന് പറഞ്ഞാൽ ബഹുമാനിച്ചു, ആദരിച്ചു, ഹൃദയത്തിൽ അല്ലെങ്കിൽ തൻ്റെ വക്ഷസ്സിൽ സ്ഥാനം നൽകിക്കൊണ്ട്, ഉരസാ തൻ്റെ മാറിടം കൊണ്ട് ദേവിക്ക് വസിക്കാനുള്ള സ്ഥാനം നൽകിയിട്ട് മമാനിധ ദേവിയെ ബഹുമാനിക്കുകയാണ് ചെയ്തത്. ത്വദ് ഉദരോ വിലസത്, അവിടെ ഉദരം എന്നുള്ളതിന് മാറിടം തന്നെയാണ് അർത്ഥം. അങ്ങയുടെ മാറിടത്തിൽ വിലസിക്കുന്ന, പ്രകാശിക്കുന്ന, തദ് ഈക്ഷണം, അവളുടെ മനോഹരങ്ങളായിട്ടുള്ള കടാക്ഷങ്ങളാലാണ് ശ്രീപരിവൃഷ്ട്യ വിശ്വം, ഈ പ്രപഞ്ചം മുഴുവനും ശ്രീ നിറയുന്നത്. ഐശ്വര്യവും ധനധാന്യ സമ്പത്തും ഒക്കെ ലോകത്തിലുണ്ടാവാൻ കാരണം ഭഗവാന്റെ വക്ഷസ്സിലിരിക്കുന്ന ഈ ശ്രീദേവിയുടെ കടാക്ഷം തന്നെയാണ്. വിശ്വം പരിപുഷ്ടമാസ, വിശ്വം മുഴുവനും പോഷിപ്പിക്കുന്നതായി തീരുന്നത് ഈ ഭഗവതിയുടെ അനുഗ്രഹത്താലാണ്. ഉരസ തരസ, ഉരസ തൻ്റെ മാറിടത്തിൽ, തരസ വേഗം തന്നെ, മമാനിധ ബഹുമാനിച്ചുകൊണ്ട്, ഏനാം ആ ദേവിയെ, ഭുവനാനാം ജനനീം എല്ലാ ലോകങ്ങൾക്കും അമ്മയായിട്ടുള്ള ആ ദേവിയെ, അനന്യഭാവാം കൂടാതെ ഭഗവാനിൽ മാത്രം മനസ്സ് ചേർത്ത് വെച്ചുകൊണ്ടുള്ള ആ ജഗദീശ്വരിയെ, ത്വദുരോ ത്വദ് ഉദരത്തിൽ, അവിടുത്തെ മനസ്സിൽ, ഹൃദയത്തിൽ, വക്ഷസ്സിൽ സ്ഥാനം നൽകുകയും ചെയ്തു. ദേവിയാകട്ടെ
വിലസത് തദ് ഈക്ഷണശ്രീ അവിടെ വിലാസപൂർവം പ്രകാശിച്ചുകൊണ്ട് തൻ്റെ കരുണാകടാക്ഷത്താൽ പരിവൃഷ്ട്യ പരിപുഷ്ടമാസ വിശ്വം സകല ലോകത്തിനെയും സമ്പൽ സമൃദ്ധമാക്കി തീർക്കുകയും ചെയ്തു. നാരായണീയത്തിൽ തന്നെ 2ാമത്തെ ദശകത്തിൽ ഭട്ടതിരിപ്പാട് അല്പം സരസമായിട്ട് ഈ കാര്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. ലക്ഷ്മീ സ്ഥാവകരാമണീയക ഹൃദൈർ ഏയം പരേഷ്വസ്ഥിരേ ഇതി അസ്മിൻ അനന്യദഭിപ്രമാണമധുനാ വക്ഷ്യാമി ലക്ഷ്മീപദേ. ലക്ഷ്മിയുടെ ഭർത്താവല്ലേ അവിടുന്ന്. അങ്ങയോടുള്ള ആ അനുരാഗം മൂലം ദേവി അങ്ങയുടെ ഭക്തന്മാരോട് മാത്രം കാരുണ്യം കാണിക്കുന്നു, അവർക്ക് മാത്രം ഐശ്വര്യത്തെ നൽകുന്നു. മറ്റുള്ളവർ ദേവിയുടെ ഭക്തന്മാർ മാത്രമാകുമ്പോൾ ഭഗവാനെ ശ്രദ്ധിക്കാതെ ഞങ്ങൾക്ക് സമ്പത്ത് വേണം, ഐശ്വര്യം വേണം എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നവരോട് ദേവി അങ്ങോട്ട് നോക്കാറേയില്ല. ഇനി അല്പമൊക്കെ ദേവിയെ പ്രാർത്ഥിക്കുന്നവർക്ക് ആ കാരുണ്യം കിട്ടിയാൽ തന്നെ വേഗം തന്നെ ദേവി തിരിച്ച് ഭഗവാനിലേക്ക് പോരും. അതുകൊണ്ട് തന്നെ ദേവിക്ക് ചപല എന്നൊരു പേരും കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ മേൽപ്പത്തൂർ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ ലക്ഷ്മി സ്വയംവരം കഴിഞ്ഞു. പ്രപഞ്ചത്തിൻ്റെ അമ്മയായിട്ടുള്ള ലക്ഷ്മി ദേവിയെ ഭഗവാൻ വിഷ്ണു തൻ്റെ മാറിടത്തിൽ തന്നെ സ്ഥാനം കൊടുത്തുകൊണ്ട് ബഹുമാനിതയായി ആ ദേവി അവിടെ സ്ഥിതി ചെയ്തുകൊണ്ട് സകല ലോകത്തിനും ഭഗവാന്റെ ഭക്തന്മാർക്ക് പ്രത്യേകിച്ചും ഐശ്വര്യങ്ങൾ കടാക്ഷരൂപേണ നൽകുകയും ചെയ്യുന്നു. ഉരസാ തരസാ മമാനിധൈനാം ഭുവനാനാം ജനനീം അനന്യഭാവാം ത്വദ് ഉരോ വിലാസത്തദി ഈക്ഷണശ്രീ പരിവൃഷ്ട്യ പരിപുഷ്ടമാസ വിശ്വം. അപ്പോഴേക്കും അസുരന്മാരുടെ ഇടയിൽ വലിയ അസംതൃപ്തിയായി. അവർക്കൊന്നും ലഭിക്കുന്നില്ല. ആ ദേഷ്യം മൂലം അവർ അലസന്മാരായി, കടച്ചിലിൻ്റെ വേഗതയൊക്കെ മെല്ലെയായി. ആ സമയത്ത് വാരുണി ദേവത അവരെ അനുഗ്രഹിക്കാനായിട്ട് എന്ന് പറയാം പാലാഴിയിൽ നിന്നും പൊങ്ങി വരികയാണ്. 9ാമത്തെ ശ്ലോകം. അതിമോഹന വിഭ്രമ തദാനീം മദയന്തി ഖലു വാരുണീ നിരാഗാത് തമസപദവീം മദാസ്ത്വമേനാം അതിസമ്മാനനയാ മഹാസുരേഭ്യാം. അതിമോഹന വിഭ്രമ ആയിട്ടുള്ള അതിയായിട്ട് മോഹിപ്പിക്കും മദ്യം. വാരുണി മദ്യാണ്, മദ്യത്തിൻ്റെ ദേവതയാണ് പിന്നെ പൊങ്ങി വന്നത്. തദാനീം അപ്പോൾ ഈ ലക്ഷ്മി ഭഗവാനെ സ്വീകരിച്ചു. അസുരന്മാർക്ക് ഒന്നും കിട്ടിയില്ല. അങ്ങനെ അവർ അസംതൃപ്തരും അലസന്മാരും ഒക്കെ ആയ ആ സമയത്ത് അതിമോഹന വിഭ്രമ മോഹിപ്പിക്കാൻ വശീകരിക്കാൻ അതിയായ കഴിവുള്ള ഒരു ദേവി മദയന്തി എല്ലാവരെയും മദിപ്പിക്കുന്നവളായിട്ടുള്ള വാരുണി എന്ന പേരായ മദ്യദേവത നിരാഗാത് ഖലു ആ പാലാഴിയിൽ നിന്നും ഉണ്ടായി വന്നുവല്ലോ. ത്വം ഭഗവാനെ അപ്പം അങ്ങ് എന്ത് ചെയ്തു? ഓരോരുത്തർക്കും യോജിച്ച വസ്തുക്കളെയാണല്ലോ ഭഗവാൻ കൊടുക്കുന്നത്. ഋഷിമാർക്ക് തപസ്സിന് സൗകര്യത്തിനായിട്ട് കാമധേനുവിനെ കൊടുത്തു, മഹാബലിക്ക് ഉച്ചൈശ്രവസിനെ കൊടുത്തു, ദേവേന്ദ്രനായി രവതത്തെ കൊടുത്തു. അങ്ങനെ ഈ മദ്യദേവതയെ അർഹിക്കുന്നത് അതിൻ്റെ ആസുരിക സ്വഭാവമുള്ള അസുരന്മാർക്കാണ് എന്ന് അറിയാവുന്ന അങ്ങ് ത്വം തമസപദവീം ഏനാം തമസ്സിൻ്റെ അജ്ഞാനത്തിൻ്റെ നിദ്രയുടെ ആലസ്യത്തിൻ്റെ അറിവില്ലായ്മയുടെ തെറ്റിദ്ധാരണയുടെ ഒക്കെ ഉറവിടം ആയിട്ടുള്ള ഈ വാരുണി ദേവിയെ ഏനാം ഇവളെ അതിസമ്മാനനയ ബഹുമാനത്തോടു കൂടി തന്നെ മഹാസുരേഭ്യ അസുരശ്രേഷ്ഠന്മാർക്കായി അദാത് നൽകുകയും ചെയ്തു. അവർക്കും സന്തോഷമായി. മദ്യദേവതയുടെ പ്രത്യേകതകളാണ് പറഞ്ഞത്. മദയന്തിയാണ്, മദമുണ്ടാക്കുന്നവളാണ്. മദം പൊട്ടിയാൽ ആന പോലും എന്തൊക്കെയാണ് ചെയ്യുക നമുക്കറിയാലോ. വാരുണിയെ സേവിച്ച് ബോധം നഷ്ടപ്പെടുന്നവരും അങ്ങനെ തന്നെ ബോധമില്ലാതെ എല്ലാ കുറ്റങ്ങളും അങ്ങനെ അവർ ചെയ്തു കൂട്ടണത് നമ്മൾ എന്നും കാണണത് തന്നെയാണ്. അതാണ് മദയന്തി. മറ്റുള്ളവർക്ക് ബോധമില്ലാതെ അവരെ മദിപ്പിക്കുന്നു. പിന്നെ തമസ പദവിയാണ്. തമസിൻ്റെ അജ്ഞാനത്തിൻ്റെ ഇരുട്ടിൻ്റെ ഉറവിടമാണ്.
നിദ്ര, ആലസ്യം ഒക്കെ അതിൽ നിന്നും വരുന്നതാണ്. അങ്ങനെയുള്ള മദ്യദേവതയായിട്ടുള്ള വാരുണി ദേവിയെ ഭഗവാൻ വേഗം തന്നെ അസുരഗുണങ്ങൾ തികഞ്ഞിട്ടുള്ള മദ്യത്തിന് വശംവദരായിട്ടുള്ള അസുരന്മാർക്ക് നൽകുകയും ചെയ്തു. ആ സമയത്ത് വല്ലാതെ മയക്കുന്ന രൂപഭാവങ്ങളോടുകൂടിയവളും മദം കൊണ്ട് ബോധം നശിപ്പിക്കുന്നവളും ആയ വാരുണി ദേവി പാലാഴിയിൽ നിന്നും ഉത്ഭവിച്ചു. മനുഷ്യരെ ആയാലും അസുരന്മാരെ ആയാലും എല്ലാവരെ ആയാലും ആപത്തിലേക്ക്, അജ്ഞാനത്തിലേക്ക് നയിക്കുന്ന ആ ദേവിയെ അങ്ങ് അസുരശ്രേഷ്ഠന്മാർക്ക് നൽകുകയും ചെയ്തു. അതിമോഹന വിഭ്രമാതദാനീം മദയന്തി ഖലു വാരുണി നിരാഗാത് തമസഃ പദവീം മദാസ്ത്വമേനാം അതിസംഭ്രമാപഹൃതാം